ടെന്റ് അടിച്ചിട്ടുണ്ട് നമ്മള്. ഇവിടെ വേണ്ട ഗ്രാമവാസികളെല്ലാം നമ്മുടെ കുക്കിംഗ് ഒക്കെ കണ്ടോണ്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഓടുവാണോ കേട്ടോ. ഇവിടെ നമ്മൾ കുക്ക് ചെയ്യുവാണ് സംഭവങ്ങളൊക്കെ ഇട്ട്. ഹലോ ഫ്രണ്ട്സ്, ചിക്കൻ ഡിമാൻഡ് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ സ്വന്തം മേഘാലയയിലെ വീട്ടിലാണ്. എൻ്റെ സുഹൃത്തിൻ്റെ വീടാണ്. അർബാൻ എന്ന് പറയുന്ന എൻ്റെ കോളേജ് ബിരുദ പഠന കാലത്ത് എൻ്റെ കൂടെ പഠിച്ച സുഹൃത്തിൻ്റെ വീട്ടിലാണ്. ഞാനിവിടെ 4ാമത്തെ തവണയാണ് കേട്ടോ വരുന്നത്. 3 തവണ ഞാൻ ഓൾറെഡി വന്നിട്ടുണ്ട്. 1 മാസത്തിന് മേലെ നിന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ അർബാന്റെ മോമ്മ. ഇത് ബങ്കർ അനിയൻ. കഴിഞ്ഞ എപ്പിസോഡ് കണ്ട എല്ലാവർക്കും അറിയാം. ഇത് അർബാന്റെ സുഹൃത്ത്. ഹേയ്. ഇത് നമ്മുടെ അർബാന്റെ അനിയത്തി. പിന്നെ ഇവിടെ ഉള്ള ഇത് അർബാൻ എവിടെയാണ് കേട്ടോ. അർബാനോ ഓ. അപ്പോൾ നമ്മൾ രാവിലെ പാക്കൊക്കെ ചെയ്തു. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കുറച്ച് വീഡിയോകൾ മാത്രമേ കാണിച്ചുള്ളൂ. ബാക്കി ആൻറ്റിയുടെ സ്നേഹം ഇതൊന്നും കാണിച്ചില്ല. ആൻറ്റി എന്നെ വിടുന്നില്ല. ആൻറ്റി കുറേ ദിവസം നിന്നാണ്. എനിക്ക് എപ്പോഴാണോ ഇവിടെ പറയാതെ വരാം കേട്ടോ. ജാവുങ്ക आप कब आओगे केरला में? ആന്റി എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അർബാനെ പോലെ തന്നെയാണ്. ഒരു ദിവസം എൻ്റെ അടുത്ത് ആന്റി ഇങ്ങനെ വിളിച്ചിട്ട് പറയണേ, മായിനെ എന്നെ എവിടെയെങ്കിലും നമുക്ക് എവിടെയെങ്കിലും പോവാം. അർബാൻ ഒരു സ്ഥലത്തും പോകില്ല. അർബാൻ കറങ്ങാനൊന്നും ഇഷ്ടമല്ല കേട്ടോ. അർബാനെ ഞാനാണ് കോളേജിൽ നിന്നൊക്കെ യാത്രകൾ കൊണ്ടുപോയിട്ടുള്ളത്, അല്ലാതെ ഒരു സ്ഥലത്തും പോയില്ല. മേഘാലയയിൽ തന്നെ അർബാനെയും കാട്ടി ഞാൻ പോയിട്ടുണ്ട്. അർബാൻ മേഘാലയയിൽ ഒരു സ്ഥലത്തും പോയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇനി അടുത്ത പ്രാവശ്യം സമയം ഉണ്ടെങ്കിൽ വരുന്നിട്ട് ആന്റി എവിടെയെങ്കിലും കൊണ്ടുപോകണം, എൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ ബി റെഡി? ദാശയും ദോശയും എക്കയും എക്കാസും എല്ലാരും ഉണ്ട്. ജാവുങ്ക. I will come again, mommy. You want to come again? Of course. When they don't come back in this area. അപ്പോൾ ഞാൻ എൻ്റെ 2 സുഹൃത്തുക്കളെ ഇപ്പോൾ കൊണ്ടുവന്നു. ഞാൻ മുമ്പ് എൻ്റെ വേറെ 3 സുഹൃത്തുക്കളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ആൻറ്റിയുടെ വീട്ടിൽ സ്റ്റേ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് മേഘാലയൻ കൾച്ചർ കാണിച്ചിട്ടുണ്ട്. ഇന്ന് ആൻറ്റി വേറെ സ്ഥലത്തൊക്കെ പോയിട്ട് പോകാൻ പറഞ്ഞതാണ്. പക്ഷെ നമുക്ക് സമയമില്ല. അതുകൊണ്ടാണ് ഒരു ദിവസം. പിന്നെ ആൻറ്റിയെ കാണണമെന്നുള്ള ഒറ്റ ഇത്, പിന്നെ ഇവനെ കാണണമെന്നുള്ള ഒറ്റ ഇത്. ഇവനാണെങ്കിൽ എൻ്റെ അടുത്ത് മെസ്സേജ് അയക്കുകയില്ല. Okay, you have a great journey. അർബാൻ എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ബാഗ് എടുക്കട്ടെ. ലെറ്റ്സ് ഗോ ടേക്ക് അവർ ബാഗ്. യു വാണ്ട് കം? ചലോ ആന്റി. ബൈ മിസ് യു ഇബ. ബൈ മിസ് യു. ബൈ. യു ആർ കമ്മിങ് റൈറ്റ്? അഗളെ ബാർ മിലേഗാ. 2 വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ വരുന്നത്. ഞാൻ എപ്പോഴും ഇടവേളിട്ട് വരാറുണ്ട്. 4 പ്രാവശ്യം വന്നിട്ടുണ്ട് ഈ ഒരു എന്താ പറയുക ഒരു 5 വർഷത്തിനിടയിൽ. അർബാൻ ലെറ്റ്സ് ഗോ. അർബാൻ ഞാൻ ഇവിടെ പറഞ്ഞു. ആന്റി പൈസ കൊടുത്തിട്ട് അർബാന്റെ അടുത്ത് നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വിടാനാണ് കേട്ടോ പറഞ്ഞത്. അത്രയ്ക്ക് സ്നേഹമാണ് കേട്ടോ. നിങ്ങൾ ഒരിക്കലും വിചാരിക്കില്ല. ഞാൻ തന്നെ ചിലപ്പോൾ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. എൻ്റെ വീട്ടിലായാലും ഇപ്പം ഗസ്റ്റുകൾ വന്നാൽ എൻ്റെ വീട്ടിൽ നല്ലതുപോലെയാണ് ഗസ്റ്റുകൾ നോക്കുന്നത്. അത് വേറെ കാര്യം. ഭക്ഷണമായാലും എന്തായാലും നിങ്ങൾ വീഡിയോയിലും കാണിക്കാത്തതിലും എല്ലാം അവരെ 1 രൂപ പോലും ഞാൻ ചിലവാക്കിയിട്ടില്ല. എൻ്റെ വീട്ടിൽ ആര് വന്നാലും എത്ര ദിവസം നിന്നാലും. ഇപ്പം കുറേ നിങ്ങൾക്കറിയാലോ, ഇപ്പം പല ആളുകളും വന്നിട്ട് ഞാൻ 1 രൂപ പോലും അവരെ കൊണ്ട് ചിലവാക്കിപ്പിച്ചില്ല. എവിടെ കൊണ്ടുപോയാലും, മനസ്സിലായില്ലേ? ബട്ട് എന്നിരുന്നാലും ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. ആന്റിയും അതുപോലെയൊക്കെയാണ് കേട്ടോ. ഇതുപോലെ തന്നെ എല്ലാവരും അവരുടെ ഗസ്റ്റുകളെ നോക്കിയിരുന്നെങ്കിൽ അത് മനോഹരമാണ് കേട്ടോ. അത് വേറൊരു ഫീലിംഗ് ആണ് സത്യത്തിൽ പറയാലോ. നമ്മളിതോ കാട്ട് വഴിയിലൂടെയൊക്കെയാണ് കേട്ടോ അർബാൻ കൊണ്ടുപോകുന്നത്. സത്യത്തിൽ അർബാനല്ല കൊണ്ടുപോകുന്നത്, ഞാനാണ് കേട്ടോ അവനെ ഗൂഗിൾ മാപ്പ് വഴി ഷോർട്ട് കട്ട് തേടി കൊണ്ടുപോകുന്നത്. ഏതൊരു കാട്ട് വഴിയാണ് കേട്ടോ. അർബാന ഗോ ഫാസ്റ്റ് ബാൻ. കണ്ടില്ലേ അർബാനയുടെ ഇതൊക്കെ കണ്ടില്ലേ? ഗിയർ കണ്ടില്ലേ? ഗിയറല്ല, ഇവര് മേഘാലയ അൾട്രേഷന്റെ ഉസ്താദന്മാരാണ് കേട്ടോ. പക്ഷെ കേരളത്തിന്റെ അത്ര വരൂല. ഇവരെല്ലാം കേരളത്തിന്റെ ഫാൻസാണ് കേട്ടോ. നമ്മുടെ ഒരു സുഹൃത്ത് അവിടെ നിന്ന് നോക്കുവാണ് കേട്ടോ. നോക്കട്ടെ. ഇവിടെ ബ്രദർ ഇവിടെ ഉണ്ട്.
ഞാൻ സത്യത്തിൽ അതിശയിക്കുവാണ് കേട്ടോ. ഈ കാണുന്ന നമ്മുടെ ചിറാപുഞ്ചി പോകുന്ന മെയിൻ റോഡാണ്. എന്തുമാത്രം ടൂറിസ്റ്റുകളാണ് കേട്ടോ മേഘാലയയിലോട്ട് പോകുന്നത്. എസ്പെഷ്യലി ആസാമിൽ നിന്നൊക്കെ റെൻ്റ് എടുത്ത് വരുന്നവരും അത്രയ്ക്ക് ടൂറിസ്റ്റുകളാണ് കേട്ടോ. ഞാനൊരു 2 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇതിലേക്കൂടെ യാത്ര ചെയ്യുമ്പോൾ അധികം ടൂറിസ്റ്റുകളൊന്നുമില്ല. ഇപ്പം ഭയങ്കര ഈ കാണുന്ന വണ്ടി ഇതെല്ലാം കണ്ടില്ലേ, ഇതെല്ലാം ടൂറിസ്റ്റുകളുടെ വണ്ടിയാണ്. ഓൾ ഓഫ് ദിസ് മാൻ. അർബാൻ്റെ അടുത്ത് ഞാൻ പറയായിരുന്നു എന്തെങ്കിലും ബിസിനസ് സാധ്യതകളൊക്കെ തുടങ്ങിക്കൂടെ. ഏതാണ്ട് ഈ കാണുന്ന വണ്ടി കണ്ടില്ല, ഇതൊക്കെ ഹരിയാനയിൽ നിന്ന് വരുന്നതാ. മേഘാലയയിൽ ഭയങ്കര ടൂറിസം കൂടിയാട്ടോ. കാരണം ഈ ലോക്ക്ഡൌണിന് ശേഷം പല ആളുകളും ഇങ്ങനെ ക്രിയേറ്റേഴ്സൊക്കെ വന്ന് കുറേ വീഡിയോസൊക്കെ ഇട്ട് മേഘാലയയിലെ ദൗക്കി, ക്ലിസ്റ്റർ ക്ലിയർ അങ്ങനെ. പിന്നെ പണ്ട് മേഘാലയ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഒരു പേടിയായിരുന്നു. ഇപ്പം മേഘാലയ അങ്ങനെ അധികം ആളുകൾക്ക് പേടിയോ സംഭവങ്ങളൊന്നും ഇല്ല. ആ see you man. Yeah, take care. Okay. Arbana, my love. My love. My love. My love. നമ്മളവിടെ നിന്ന് താണ്ടെ വേറൊരു ഗ്രാമത്തിലോട്ട് പോവാണ്. ഈ കാണുന്നതെല്ലാം നമ്മുടെ ഉരുളക്കിഴങ്ങ് കൃഷിയും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ നമുക്ക് വഴിയിൽ കാണാൻ സാധിക്കുന്നത്. നമ്മൾ താണ്ടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നു തുടങ്ങിയാൽ നമ്മൾ ബ്ലാക്ക്ബെറി ആണ് കേട്ടോ കഴിക്കുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ധാരാളം സ്ഥലങ്ങളിൽ ഈ മൽബറി നമുക്ക് കാണാൻ കഴിയും. മേഘാലയയിൽ മൽബറി കുറേ ഫ്രൂട്ട്സുകൾ കണ്ടില്ലേ. നമ്മളിവിടെ നിന്ന് നടന്ന് ഒരു അരുവിയിലോട്ട് പോവാണ്. ഇവിടെ നാട്ടിൽ ചെയ്യുമ്പോൾ എന്തോ സാധനമാണ് കേട്ടോ. ഇവിടെ എൻ്റെ കൃഷി പോലെ ഇവരാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ നടന്ന് അരുവിയിലോട്ട് പോവാണ്. എന്ത് മനോഹരമല്ലേ ഈ മേഘാലയയിലെ ഈ ഒരു ഭാഗങ്ങളൊക്കെ. അവിടെ തന്നെ തട്ടായിട്ട് കൃഷിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആ ഒരു ഭാഗത്ത്. കണ്ടില്ലേ എന്ത് മനോഹരം. നല്ല വളത്തിൻ്റെ നാറ്റം അല്ലേ. ആളുകൾ രാവിലെ ഒന്ന് വളമിടാൻ വേണ്ടി ഇവിടെ ഒന്ന് കുത്തിയിരിക്കുന്നു തോന്നുന്നു. ഹൗ ഇസ് ദ സ്മെൽ? ഇസ് ദ ഫെർട്ടിലൈസർ, യുനോ, ഹ്യൂമൻ ഫെർട്ടിലൈസർ. നമ്മൾ തന്നെ ഇവിടെ കുറെ ആൾക്കാർ കൃഷിയൊക്കെ ചെയ്യണം കേട്ടോ. ചാണകമാണോ ഇവിടെ? എന്താ ടെൻ്റൊക്കെ കെട്ടി ആൾക്കാർ കൃഷിയും സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളങ്ങനെ അരുവിയിലോട്ട് നടന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. അരുവിയിൽ വെള്ളമൊന്നുമില്ലേ. അരുവിയിലാകെ കുറച്ച് അതുകൊണ്ട് ഈ കാണുന്നതാണ് കേട്ടോ അരുവി. ആളുകൾ കൃഷി ആവശ്യത്തിനൊക്കെ ഇവിടെ നിന്ന് ഉപയോഗിക്കുന്നു. ഈ കാണുന്നത് നമ്മുടെ കണ്ടില്ലേ പൂ കൃഷിയാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. റഷദ് മീര ഹായ്. ദാശ അവിടെ നിന്ന് യോഗയൊക്കെ തുടങ്ങിയല്ലോ നാച്ചർ കണ്ടപ്പോൾ. ടെന്റ് എടുത്തിട്ട് അവിടെ തന്നെ ഇരുത്താം ദാശയാ. വല്ല നടക്കോ? നല്ല അടിപൊളി വൈബ് കേട്ടോ. അതാണ്ടേ ഈ നാച്ചുറൽ സൗണ്ടും കേട്ട് കണ്ടില്ലേ ഇങ്ങനെ ഇരിക്കാൻ എന്ത് രസം. This is cheating, you know. I didn't take. Tell her about cheating. You should have told me. I should have. Mainland, you know. നമ്മൾ നേരത്തെ വന്ന സ്ഥലത്തില്ലേ ലാസ്റ്റ് അവിടെ നിന്ന് പോയില്ല കേട്ടോ. നമ്മൾ ഇവിടെ നിപ്പായി പോയി. ലാസ്റ്റ് ഇവിടെ ഭക്ഷണമൊക്കെ കട്ട് ചെയ്ത് രാത്രി ആയിട്ടോ. ഹായ്. Hello. ഹായ്. വാട്ട്സ് യുവർ നെയിം? Elizabeth. Sorry, I know. I know, Wonder Star. Wonder Starും എലിസബത്തും ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഷംനാസ് ബ്രോന്റെ പരിചയത്തിലുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ വന്ന് സ്റ്റേ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഭക്ഷണം നമ്മളൊരു കാസി ഡിഷ് തയ്യാറാക്കുന്നത്. ദിസ് ഇസ് കാസി ഡിഷ്, റൈറ്റ്? വാട്ട്സ് ദ നെയിം? This is mixed veg. Mixed veg. No, for the kasi dish you are making. Jado. Jado, I know. Jado is that yellow rice? Yeah, I have eaten jado. Jado ആണ് കേട്ടോ നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ കുക്ക് ചെയ്യാണ്. Because you make like this. No, what? Then I can't count. 2, 3, go. I don't have that strength. നമ്മളങ്ങനെ ഭക്ഷണം ഇവിടത്തെ നമ്മുടെ ഷെഫ്, താങ്ക് യു സോ മച്ച്. എലിസബത്തിന്റെ മകളിവിടെ ഉണ്ട്. ഹായ്. ഓ കണ്ടില്ലേ ഫീഡ് ചെയ്യുന്ന കണ്ടില്ലേ. എല്ലാരും കണ്ട് ഇവിടെ നിന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. വണ്ടർ സ്റ്റാർ, ഹൗ ഇസ് ഇറ്റ്? എവറിത്തിങ് ഗുഡ്? ബിയാൻ? This is Spanish. That is bien. No, we're not done, hey? Yeah.
ഇതാണ്ട് ഇവിടെ നമ്മുടെ ചിക്കനും ഇതൊക്കെ ഉണ്ട്. It's monkey. It's monkey. He's not doing boxing, you know? അടുത്ത ദിവസം നമ്മൾ യാത്ര തിരിച്ച് തുടങ്ങുവാണ്. ഞാൻ ഇത്രയും നേരം വീഡിയോ ഒന്നും എടുത്തില്ല. നമ്മൾ യാത്ര തുടങ്ങിയതാണ്ട് നമ്മൾ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റിൽ ഇവിടെ പോർക്കും കുറേ സാധനങ്ങളൊക്കെ ഇവർ കഴിക്കുന്നുണ്ട്. ഞാനിവിടെ ഫിഷും പിന്നെ നമ്മുടെ ഓട്ടപ്പം പോലത്തെ സാധനം വെജിറ്റബിളും. ഇതിന് ഫിഷിന് 40 രൂപ, ഇതിന് 10 എന്തോ ആണ് കേട്ടോ. ഇതിന് 10 രൂപ. ഇവിടെ ഒക്കെ പോർക്കും ഇതും അതും ചോറൊക്കെ കഴിക്കുകയാണ്. ഇവിടെയും അതുപോലെ കഴിക്കുകയാണ്. ഷംനാസ് ബ്രോയും അവിടെ നിന്ന് കഴിക്കുകയാണ് കേട്ടോ. ഒരു ടൂറിസ്റ്റുകൾക്ക് വേണ്ടി പ്രൈസ് പറയുന്ന കത്ത പ്രൈസാണ് കേട്ടോ. 2 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇവിടെ വരുമ്പോൾ ഇവരിങ്ങനെ ഓവറായിട്ട് പ്രൈസ് പറയില്ല. കാരണം അന്ന് വളരെ ടൂറിസ്റ്റ് കുറവാണ്. ഇപ്പം ടൂറിസ്റ്റുകളോ ഇവരെ കത്തി വയ്ക്കും. വരുന്ന ടൂറിസ്റ്റുകൾ ഇങ്ങനെ വെക്കേഷന് വേണ്ടി വരുന്നതാണല്ലോ, അപ്പോൾ അവർ ഉള്ള പൈസ ചിലവാക്കും. അപ്പോൾ അത് നമ്മളെപ്പോലെ ഇങ്ങനെ ബഡ്ജറ്റ് ട്രാവൽ ചെയ്യുന്ന ആളുകളെ അഫക്റ്റ് ചെയ്യും. ഭക്ഷണമൊക്കെ കഴിച്ച് വെയ്സോഡാങ് എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടത്തിലോട്ടാണ് പോകുന്നത്. നമ്മളിപ്പോൾ ഇതെന്താ ഇവര് പാർട്ടിയുടെ എന്തോ ഇതിന് പോകുന്നതാണ് കേട്ടോ. ആ വണ്ടിയിൽ നമ്മളിപ്പോൾ ഇത് ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. ഇവിടെ അത്രയ്ക്ക് കൊമേഴ്ഷ്യലൈസ്ഡ് ആയി എന്നുള്ളതിന്റെ അർത്ഥമാണ്. അതുകൊണ്ട് ഇത്രയ്ക്ക് വണ്ടികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് കണ്ടില്ലേ. ഫുള്ള് ടൂറിസ്റ്റുകളും വണ്ടിയായിട്ട് കിടക്കുവാണ് കേട്ടോ. മേഘാലയ ഭയങ്കര കൊമേഴ്ഷ്യലൈസ്ഡ് ആയി. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. വെയ്സോഡാങ് എന്ന് പറയുമ്പോൾ ഞാനൊരു 4 തവണയൊക്കെ വെയ്സോഡാങ്ങിൽ ആക്ച്വലി പോയിട്ടുണ്ട്. ഇത് വീണ്ടും പോവാണ്. വെയ്സോഡാങ്ങിൽ ഒരു പ്രാവശ്യം ഞാൻ ഒരു സ്പാനിഷ് ഗേളും അന്ന് ഞാൻ യൂട്യൂബിൽ വീഡിയോ എടുത്തിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. അന്ന് യൂട്യൂബ് ഇല്ലായിരുന്നു തോന്നുന്നു. അപ്പോൾ നമ്മൾ അവിടെ ടെൻ്റൊക്കെ അടിച്ചിട്ട് കിടന്നിട്ടുണ്ട്. അവിടെയാണ് കേട്ടോ. കണ്ടില്ലേ എല്ലാ ആൾക്കാരും എന്താണ്ട് ഇവിടുത്തെ വ്യൂ കാണാൻ വേണ്ടിയൊക്കെയാണ് കേട്ടോ. ഞാൻ മുമ്പ് വന്നപ്പം അങ്ങ് ദൂരെ കാണുന്ന ഗ്ലാസ് ബ്രിഡ്ജ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം ഇതെല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ മേഘാലയയിലെ മോഡിഫിക്കേഷൻ കണ്ടില്ലേ. കുറച്ച് ക്രൈസി മോഡിഫിക്കേഷൻ ഒക്കെയാണ് കേട്ടോ. ട്രാക്ടറിനെ അവരാക്കി വെച്ചിരിക്കുന്ന മോഡൽ കണ്ടോ. പോകുന്ന വഴി കണ്ടില്ലേ. ഇവിടെ ഫുട്ബോൾ ടൂർണമെന്റ് എന്തോ നടക്കുവാണ് കേട്ടോ. മേഘാലയയിൽ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു പ്രധാനപ്പെട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമ്മളിപ്പോൾ വേറൊരു വഴി കയറി മെയിൻ റോഡിൽ നിന്ന് വെയ്സോഡാങ് ഭാഗത്തോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നത് നമ്മൾ വെയ്സോഡാങ്ങിന്റെ പ്രധാനപ്പെട്ട റോഡല്ല, വേറൊരു റോഡാണ്. ധാരാളം വാട്ടർഫാൾ ഈ ഒരു ഭാഗത്ത് തന്നെ നമുക്കുണ്ട് കേട്ടോ. പലയിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും നാച്ചുറൽ പൂൾസ്, വാട്ടർഫാൾ കുറേ സ്ഥലങ്ങളുണ്ട്. മേഘാലയ സത്യത്തിൽ ഇപ്പോഴും അൺഡിസ്കവേർഡ് ആണ് പലയിടങ്ങളും. ഇവിടെ ഒരു വെള്ളച്ചാട്ടം കണ്ടില്ലേ. ഇതുപോലുള്ള ധാരാളം വെള്ളച്ചാട്ടം ഇവിടെ ഭയങ്കര കോമൺ ആണ് കേട്ടോ. കണ്ടോ ഇവിടെ കുറേ പേര് ഇന്ന് കുളിക്കുന്നുണ്ട്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണ് കേട്ടോ ഈ കാണുന്നത്. നമ്മൾ നമ്മുടെ വെയ്സോഡാങ്ങിന്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ കണ്ടിട്ട് ഇവിടെ ഒന്നും വർക്കാവുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. അതായത് ഞാൻ ഗൂഗിളിൽ ടെമ്പററി ക്ലോസ്ഡ് എന്ന് നമ്മുടെ വെള്ളച്ചാട്ടം എഴുതി വെച്ചിരിക്കുകയാണ്. ഇവിടെ ഇതെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇറങ്ങി വേണം കുത്തനെ പോകാനായിട്ട്. അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ബാംബു സംഭവം എന്തോ പൊട്ടിയിരിക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആളുകൾ ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുവാണ് ക്ലോസ്ഡ് എന്നുള്ള രീതിയിൽ. Let's go. You guys are ready? Yep. We try our best. നമ്മൾ ഗൂഗിൾ റിവ്യൂവിൽ കണ്ടപ്പം ബാംബു എന്തോ തകർന്നു പോയി. അതുകൊണ്ടാണ് ഇതിലൂടെ പോകാൻ പറ്റുള്ളൂ എന്തോ ആണ്. നോക്കാം. നമുക്ക് ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട് കേട്ടോ. ഒരു 15 മിനിറ്റ് നടക്കുമ്പോൾ എത്തും. വരുന്ന ഒരു ബാഗൊന്നും കൊണ്ടുവരലും തിരിച്ചു കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ് കേട്ടോ. നല്ല കുത്തനെ കയറ്റമാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് മലയിലാണ് നമ്മുടെ റൂട്ട് ബ്രിഡ്ജൊക്കെ വരുന്നത്. നമ്മുടെ നൊങ്കരിയാതൊക്കെ എന്ന് പറയുമ്പോൾ ആ മലയ്ക്ക് അപ്പുറത്ത് വശത്താണ്. നമ്മളങ്ങനെ വെയ്സോഡാങ്ങിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. നമ്മുടെ വെയ്സോഡാങ് പോകുന്ന വഴി ഈ കാണുന്നതാണ്. ഇത് വെയ്സോഡാങ്ങിൻ്റെ വ്യൂ പോയിന്റ് പോകുന്ന വഴിയാണ്. അങ്ങനെ നടന്ന് ഇതാ നമ്മുടെ വെയ്സോഡാങ്ങിൻ്റെ ഇതെത്തിയിട്ടുണ്ട്. വെയ്സോഡാങ്ങിൽ ഞാൻ മുമ്പ് ഒരു ദിവസം ക്യാമ്പ് ചെയ്ത ഭാഗം ഈ കാണുന്ന സ്ഥലത്താണ് കേട്ടോ. ഈ റോക്കിൻ്റെ ഇവിടെ അത് നമ്മൾ ഈ കാണുന്ന ഫോറസ്റ്റിൽ കൂടെ വേണം നടന്നു പോകാനായിട്ട്. പ്രോപ്പർ വഴിയൊന്നുമില്ല. ഇവിടെ ആളുകൾ ആരുമില്ല. അല്ലെങ്കിൽ നല്ല ടൂറിസ്റ്റുകൾ ഉണ്ടാവേണ്ട സ്ഥലമാണ്. എന്ത് രസമല്ലേ കാണാനായിട്ട്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും താഴോട്ട് പോവാണ്. ഇസറനിവേ അവിടെ കണ്ടില്ലേ. കണ്ട് ഈ ഒരു ഭാഗം മോള ഓട്ടെ താഴോട്ട് ഇറങ്ങട്ടെ. You have to take the risk. ഇതാണ് കേട്ടോ. നമ്മൾ ചെറിയൊരു റിസ്ക് എടുത്ത് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. റിസ്ക് എടുക്കാത്തവരാരും ജയിച്ചിട്ടില്ല ജീവിതത്തില്. ചന്ദ്രനിൽ പോയ ഇപ്പം തന്നെ ഒരാൾ റിസ്ക് എടുത്തോണ്ടല്ലേ. അപ്പൊ ഞാനും റിസ്ക് എടുക്കാന്ന് വിചാരിച്ചു ഇവർക്ക് വേണ്ടി. I think better this way. I think down is better. Did you? Yeah. You guys can come.
അന്വേഷിച്ചിട്ട് അവർക്ക് ഓക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വരാൻ വേണ്ടി. അതുകൊണ്ട് ഇവിടെ ഓക്കെ ആണ് കേട്ടോ. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസിയാണ്, ഭയങ്കര പാടൊന്നുമില്ല. ഈ ഒരു സംഭവം മാത്രം കഴിഞ്ഞാൽ മതി. വെള്ളച്ചാട്ടം നമുക്ക് നേരെ എത്തും. കണ്ടില്ലേ അവർ വരുന്നില്ലേ? കുറച്ച് പാടാണ് കേട്ടോ. സ്ലിപ്പറി ആവാനൊക്കെ നല്ല ചാൻസസ് ഉണ്ട്. എബോ വേണ്ടേ, നമ്മൾ കുറച്ച് സൂക്ഷിച്ചൊക്കെ വേണം ഇറങ്ങാനും കയറാനൊക്കെ. കയറുമ്പോൾ കുറച്ചും കൂടെ പാടായിരിക്കും, കാരണം നമ്മൾ ഇറങ്ങി വന്നത് പിന്നെ ഈസി ആയിരിക്കും. ഈ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ. കണ്ടില്ലേ ഇവിടെ എല്ലാം ഈ മുളപടി എല്ലാം പോയിരിക്കുകയാണ്. Amor, let's go. Let's die together. ഇറങ്ങൂ കുട്ടി. യെസ്, ഗുഡ് ഗേൾ. യെസ്, ദാറ്റ്സ് ഓൾ. യെസ്, ഫൈനലി നമ്മൾ നമ്മുടെ വേസ്ഡാങ് ഭാഗത്ത് എത്താറായിട്ടുണ്ട്. മാറ്. വാവ്, നമ്മുടെ വേസ്ഡാങ് കണ്ടില്ലേ? യെസ്. ഇവിടുത്തെ കല്ലുകൾക്കെല്ലാം ഇങ്ങനെ ചെറിയ പോട്ട് ഹോൾസ് ഉണ്ട് കേട്ടോ. ഇതിങ്ങനെയാണ് ഇവിടുത്തെ ടെറൈൻ എല്ലാം. ഇവിടുത്തെ കല്ലുകൾ കണ്ടില്ലേ? അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ 1ാമത്തെ സ്റ്റെപ്പ്, 2ാമത്തെ സ്റ്റെപ്പ്, 3ാമത്തെ സ്റ്റെപ്പ്, 4ാമത്തെ സ്റ്റെപ്പിലാണ് ഞാൻ ടെൻ്റ് അടിച്ചത്. എങ്ങനെയുണ്ട് ഷംനാസ് ബ്രോ? അടിപൊളിയല്ലേ? വീഴലും അടിപൊളി കേട്ടതാ വൈബ്. ഇനി മുകളിലോട്ട് പോവാണ്. ഈ സ്റ്റെപ്പ് കയറാൻ ഇതിലേക്കൂടെ വഴി ഈസി അല്ല. നമുക്ക് കണ്ട ഇതിലേക്കൂടെ ഇങ്ങനെ പോയിട്ട് വേണം മുകളിലോട്ട് കയറാനായിട്ട്. മുകളിൽ നിന്നാണ് കേട്ടോ കൂടുതൽ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. ഈ കാണുന്നത് ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഭയങ്കര ആഴമാണ് കേട്ടോ, അവിടെ ഭയങ്കര ആഴമാണ്. കമാൻ യു ഷുഡ് ബി കെയർഫുൾ. ഭയങ്കര സ്ലിപ്പറിയാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. മറ്റേ കപ്പിൾസ് ഭയങ്കര സ്ലോ ആയിട്ട് അതോ വരുന്നുണ്ടോ പുള്ളിക്കാരി കാല്. ബീബി കം ടു വൈസോടാൻ. നമ്മളിവിടെ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി ഇവിടെ നഗ്നരായി നിൽക്കുന്ന ഷംനാസ് ബ്രോ പോവാം, പൊളിക്കാം. അടിപൊളി കേട്ടോ, നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്. പക്ഷേ വിചാരിച്ച അത്ര തണുപ്പില്ല. മുമ്പ് ഭയങ്കര തണുപ്പായിരുന്നു കേട്ടില്ലേ? ഏതാണ്ട് ഇവരെല്ലാരും ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. ആക്ഷൻ കിങ്. ഇവിടെ ദാശ ഇവിടെ നിന്ന് ഡ്രോൺ ഉറപ്പിക്കുകയാണ്. കുളിച്ച് ആർമാദിച്ച് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതാണ്ടേ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ എക്കാസു ജപ്പാനീസ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി തിരിച്ച് മുകളിലോട്ട് കയറുവാണ്. എന്നിട്ട് നമ്മൾ ഷംനാസ് ബ്രോനെ വിട പറയും കുറച്ച് കഴിയുമ്പോൾ. എന്നിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തോട്ടാണ് പോകാൻ. അങ്ങനെ ഓരോ ആളുകളായിട്ട് കയറി വരുവാണ്. അയ്യോ എന്നെ കണ്ടില്ലേ? അയ്യോ 2 കേട്ടോ. കടന്തൽ കുത്തിയാണ്ടോ എന്നെ താഴെന്ന്. ആമ എഴയുന്ന പോലെയാണ് കേട്ടോ എഴഞ്ഞ് പോകുന്നത്. ഇനി ചുണ്ണാമ്പ് ഇട്ടാൽ ഒരു 10-15 മിനിറ്റ് എടുക്കും. കയ്യ കണ്ണിൽ നല്ല വേദന ഉണ്ട് കേട്ടോ. വിചാരിച്ച പോലെയല്ല, വേദനയല്ല, ഇവിടുന്ന് കണക്ട് ചെയ്ത് കണ്ണിൻ്റെ നരമ്പിലോട്ടൊക്കെ പോയ പോലെ തോന്നുന്നു. നമ്മളൊരു കടയിൽ വന്നിട്ട് ചുണ്ണാമ്പ് ആക്കുവാണ് കേട്ടോ. ഹിയർ No, up here. You this one, yeah. No. What is that? What is that? This is limestone. എന്ത് കട്ടിയാണല്ലോ. അയ്യോ. Do one thing, you do better. Yeah, your hair. Put some maybe water. ആകുമ്പോൾ തന്ന് സഹായിച്ച ചേട്ടനെ എങ്ങനെ മറക്കാൻ കഴിയും? അതുകൊണ്ട് ചേട്ടൻ്റെ കടയിൽ നിന്ന് തന്നെ റൈസൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അതാണ്ടേ ഇത് റൈസ് ഒരു പ്ലേറ്റിന് 20 രൂപ, പിന്നെ ദാലിന് 5 രൂപ, അപ്പോൾ 25 രൂപയാണ് വരുന്നത്. അല്ലാതെ നമ്മൾ ചിക്കൻ മുറുകിയാണെങ്കിൽ 40 രൂപയാണ് ഒരു പീസ് ഇതിന്.
കണ്ടില്ലേ? ഇതിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു കടയില്ലേ, ആ കടയൊക്കെ ഞാൻ കുറേ പ്രാവശ്യം 2-3 പ്രാവശ്യമൊക്കെ വന്നിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ള കടയാണ്. ഇവിടെ എല്ലാം എനിക്ക് അറിയാം കേട്ടോ, കണ്ടോ അതല്ലേ? കണ്ടോ, ഇതാണ് ദാൽ. ഇവിടെ പ്ലാസ്റ്റർ പാസ്മ ഇട്ടോളം ഉണ്ട് കേട്ടോ. അത് നമ്മുടെ കൂടെ ഇവിടെ ഉണ്ടായിരുന്ന 2 ഗുവാഹട്ടിക്കാരാണ്. വാട്ട്സ് യുവർ നെയിം? Yo, my name is Vaikut Theory. And I'm KG. My name is Kangana Guru. Okay. Nice to meet you guys. Yes, nice to meet you too. Enjoy. അയ്യോ, ഞാൻ മറന്നുപോയി കേട്ടോ. ഇവരാ ഇത് കീക്കറൂച്ചല്ലോ. മറന്നുപോയി കേട്ടോ. ഇവരുടെ ആസാമിയിൽ എന്താ പറയുന്ന? ഖീക്കബർ. ഓക്കെ, അത് തന്നെ. ബൈ ബൈ, ടാറ്റ. മൂലത്തിൽ പാറ്റ. കാണാൻ കേട്ടോ. ടാറ്റ, മൂലത്തിൽ പാറ്റ. അവർക്ക് മനസ്സിലായില്ല കേട്ടോ ഞാൻ എന്തിനാണ് പറഞ്ഞത്. അവരോട് മനസ്സിലായില്ലേ? എല്ലാരും നമ്മളെ വിട്ടിട്ട് അങ്ങനെ പോയി കേട്ടോ. നമ്മള് മാത്രം ഒറ്റയ്ക്കായി. ഇവിടെ ഒരു കൊച്ചു ചാക്കും കെട്ടി പോകുന്നുണ്ടോ? എങ്ങോട്ട് പോകാമെന്തോ കേട്ടോ, അറിയില്ല. ഈ വഴിയാണ് നമുക്കിനി നേരെ പോകേണ്ടത്. ഇങ്ങോട്ടാണ് നമ്മുടെ വൈസോടാങ് നമ്മൾ വന്ന ഭാഗം തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇതുപോലത്തെ ഏതെങ്കിലും വണ്ടി വന്നെങ്കിൽ ലിഫ്റ്റ് അടിച്ച് പോകാമായിരുന്നു. നമ്മളിനി പോകുന്നത് ഡബിൾ ട്രക്കർ ബ്രിഡ്ജിലോട്ടാണ്. സ്വന്തമായിട്ട് ഓട്ടോമാറ്റിക് ഡബിൾ ഡക്കർ ബ്രിഡ്ജ്. പക്ഷേ അവിടെ നിന്നും നമ്മൾ എത്തില്ല. നമ്മൾ ഇത് വേറെ വഴിയാണ് പോകുന്നത്. ഡബിൾ ഡക്കർ ഇപ്പോൾ സാധാരണ എന്ന് പറയുമ്പോൾ നൊഗ്രിയാദ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വേണം പോകാൻ. ബട്ട് ഇത് നമ്മൾ വേറെ സ്ഥലത്തൂടെയൊക്കെയാണ് പോകുന്നത്. മേഘാലയ ഫുള്ള് ഞാൻ പണ്ട് ഹരിച്ച് പറക്കിയതായതുകൊണ്ട് എനിക്ക് എല്ലാ വഴികളും കാണാപ്പാടമാണ്. ബ്രിഡ്ജ് ബട്ട് വി ഗോയിങ് straight. We know the place. This way? Yeah. I know that. Yeah. Can you give us lift? Give us a free ride? Free ride? Free? Free. This is No, then it's fine. Free. We are travelers. She is beggar. She is another beggar. I am the bigger beggar. Free. No, I'm going at home now. Yeah, It's okay. Home is fine. Home is fine. This way. I yang tatokan. Free more. Ini bro, mandang tidak. Free. Mana free ride. അമീൽ നിന്ന് വന്ന ടൂറിസ്റ്റുകളുടെ വണ്ടി തന്നെ നമ്മൾ ലിഫ്റ്റ് അടിച്ച് കയറി ഒരു ഗ്രാമത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പരിചിതമായ ഗ്രാമം. പണ്ട് ഇതുവഴിയൊക്കെ ഞാൻ നടന്നു പോയ ഓർമ്മകൾ എനിക്കിങ്ങനെ മുളബന്ധുവാണ്. നമ്മൾ നൊങ്കരിയാദ് പോകാനായിട്ട് ആ താഴെ കാണുന്ന മൗണ്ടൻ ഭാഗത്തോട്ടാണ് കേട്ടോ പോകുന്നത്. നല്ല നടക്കാനുണ്ടായിരിക്കും. ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂറോളം നടക്കണം. അവര് നമ്മളിവിടെ കൊണ്ടാക്കിയിട്ട് പോയിട്ടുണ്ട്. നമ്മളതാണ്ട് ഇനി മോൺസായ് ഹോം സ്റ്റേ ആൻഡ് റൂട്ട് ബ്രിഡ്ജ് ഡബിൾ ഡെക്കർ സൺഡേ ക്ലോസ് അങ്ങനെയുള്ള ഒരു വഴിയാണ് പോയിരിക്കുന്നത്. നോ, സൺഡേ ഇസ് നോട്ട് ക്ലോസ്. ഈവൻ സൺഡേ ഇത് പബ്ലിക് പ്ലേസ് ആണല്ലോ. ഇത് സൺഡേ അങ്ങനെ ക്ലോസ് ഒന്നും ഇല്ല കേട്ടോ. ഇത് ജസ്റ്റ് ഇവർ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇവിടെ ഉള്ള സ്ഥലങ്ങൾ മേഘാലയയിലെ ഒരു പ്രധാനപ്പെട്ട ഇതെന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാം ലോക്കൽസ് ആണ് കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. എല്ലായിടത്തും ലോക്കൽസ് ആണ്. ഇതൊരു ഹെൽത്ത് സെന്ററാണ്. പ്രധാന ഭാഗത്ത് വന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഭക്ഷണത്തിന് സാധനം വാങ്ങാൻ വേണ്ടി വന്നതാണ്. കുംലോഫിലോങ് ഇവിടെ കുറേ പച്ചക്കറികളുണ്ട്. നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഒരു ചെറിയൊരു കട വെള്ളം വാങ്ങാൻ വേണ്ടി വന്നതാണ്. അയ്യോ, നല്ല വെള്ളം തന്നെയാണ് കേട്ടോ. കുംലോഫിലോങ് ഹായ്. വന്ന വഴിയിൽ അതെ മോദിജി കക്കൂസിൽ തൂറാൻ വേണ്ടി പുറത്ത് തൂറരുത് എന്ന് പറയുന്ന ഇതിന് പോകരുത് എന്ന് പറയുന്ന ഒരു സ്വച്ഛ് ഭാരതിന്റെ പരസ്യ ബോർഡാണ് കേട്ടോ. ഈ ഒരു കാണുന്ന ഒരു വില്ലേജ് എന്ന് പറയുമ്പോൾ എന്താ പറയാ, സീറോ ഡിഫെക്ഷൻ അല്ല, ഓപ്പൺ ഡിഫെക്ഷൻ ഫ്രീ വില്ലേജ് ആണ്. അതായത് പുറത്താരും എന്താ പറയാ പോയിട്ട് വെളിക്കിരിക്കില്ല. എല്ലാവരും അവരുടെ വീട്ടിൽ തന്നെ പോകും. അങ്ങനത്തെ ഉള്ള ഒരു വില്ലേജ് ആണ്. അതെ, നട്ടുച്ചയ്ക്കാണല്ലോ കോഴി കൂവുന്നത്. ഹലോ, എല്ലാരും ബായ് പറയാറുണ്ട്. നമുക്ക് ഈ വഴിയാണെന്ന് തോന്നുന്നു കേട്ടോ നമുക്ക് പോകേണ്ടത്. ഡബിൾ ഡക്കർ ഓക്കെ. ഇവിടെ എല്ലാരും ഭയങ്കര ഷൈ ആണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാമല്ലോ, മേഘാലയൻ പീപ്പിൾ ഭയങ്കര ഷൈ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവിടെ നമുക്ക് വഴി പോലും പറഞ്ഞു തരൂല. നമ്മളങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി തുടങ്ങി. ഇതേത് വഴിയാ? ഇവിടുത്തെ റോഡുകളാണ് കുറച്ച് പ്രശ്നം. ഒന്നും മനസ്സിലാവില്ല. ഇവിടെ വരുമ്പോൾ വാൻസായ് ഹോം സ്റ്റേ
ഗൈഡ് സർവീസ് ഒക്കെ ഉണ്ടെന്നും പറഞ്ഞതാണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ തൊട്ടപ്പുറത്ത് പോയിട്ട് അവിടെ നിന്ന് സ്റ്റീപ്പ് നടത്തുന്നു. ഇമാര് കമ്പ് വിൽക്കാൻ വേണ്ടി വരുവാണ് കേട്ടോ. വി ഡോണ്ട് വാണ്ട് സ്റ്റിക്ക് സ്റ്റിക്ക് വിൽക്കാൻ വേണ്ടി വരുവാണ് കേട്ടോ. ഹലോ, ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ. അതാണ്ടേ കണ്ടില്ലേ, ബൈക്കും വെച്ചിട്ട് ഇതുവഴി ട്രക്ക് ചെയ്ത് പോകുന്നവരാണ്. ഇവിടെ തുടങ്ങുവാണ്. ഇവിടെ ഒരു ടീ സ്റ്റോളൊക്കെ അവർ നന്നാക്കുവാണ് കേട്ടോ, വലുതാക്കുവാണ്. കാരണം ബിസിനസ് സാധ്യതകളൊക്കെ ധാരാളം ഉണ്ട്. ഈ കാണുന്നത് ഇവർ വില്ലേജുകളിൽ അയക്കാൻ വേണ്ടിയുള്ള കമ്പിയിൽ കെട്ടിയിട്ട് അയക്കുന്ന സാധനമാണ് കേട്ടോ. ഞാനത് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ വർക്കിംഗ് അല്ല, പണ്ട് ഇവർ വർക്കിംഗ് ആക്കിക്കൊണ്ടിരുന്ന സംഭവമാണ്. ഇതിൽ ഇവർ സാധനങ്ങൾ കെട്ടി ആ കമ്പിയിൽ അയക്കും. കണ്ടില്ലേ, ഈ കാണുന്ന ഇത് ഇവർ ഇതാണ്ട് പോകുന്നുണ്ടോ, അതങ്ങനെതാ ആ ഒരു വീട്ടിലോ ഭാഗത്ത് എന്തോണ് പോകുന്നത്. നമ്മുടെ ട്രക്ക് ഇവിടെ നിന്ന് ആരംഭിക്കുവാണ്. കണ്ടില്ലേ, നമ്മൾ ഡൗൺ സ്റ്റീപ്പ് ഇതുപോലെ സ്റ്റെപ്പ് ഇറങ്ങി പോകണം. 10,000-15,000 സ്റ്റെപ്പ് അടുപ്പിച്ചുണ്ട്. ഇന്ന് നമ്മൾ എത്തൂല, അതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും നമ്മൾ ക്യാമ്പയിങ്. കണ്ടില്ലേ, നമുക്കിവിടെ നിന്ന് താഴെയാണ് കേട്ടോ. ഭയങ്കര സ്റ്റീപ്പാണ് സംഭവം നമ്മുടെ വില്ലേജ് പോകുന്നത്. കുറേ ആളുകൾ ഇപ്പോൾ ടൂറിസം കൂടുതലായതുകൊണ്ട് കുറേ ആളുകൾ ഈ വഴിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതാ താഴോട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി പോവാം. നമ്മൾ പോകുന്ന ഇടത്തേക്കുള്ള ഒരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. ആ കാണുന്ന വില്ലേജിലോട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. കണ്ടോ, അതാണ് നമ്മുടെ വില്ലേജ്. നമ്മുടെ ഒരു വാട്ടർഫോൾ, റെയിൻബോ വാട്ടർഫോൾ എന്ന് പറയുന്നത് ആ ഭാഗത്ത് എന്തോ ആയിട്ടാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നാളെ നമ്മൾ തിരിച്ച് ഓപ്പോസിറ്റുള്ള മല, ഈ കട്ടിൽ ഈ മലയിലോട്ടാണ് നടന്ന് കയറുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ അവിടെ പോയിട്ട് വീണ്ടും ഇങ്ങനെ കയറണം കേട്ടോ. ഭയങ്കര സ്റ്റീപ്പായിട്ടാണ് കേട്ടോ പോകുന്നത്. കണ്ടോ, ഇതൊന്നും ഇവർ കെട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ഭയങ്കര പാടായിരുന്നേന്. Ekasu, what happened? I'm not Ekasu. You are not okay? I'm not Ekasu. ലോക്കൽസിനെയൊക്കെ സമ്മതിക്കണം, ഇവർ ഡെയിലി ഇങ്ങനെ കയറി പോകുന്നു. ഹലോ, കുംനോ ഫിലോങ് കുംനെ ലിവിംഗ് റോഡ് ബ്രിഡ്ജ് ഹണി ആൻഡ് സ്റ്റഫ് ഹിയർ. നമ്മൾ ഒരു ഷോപ്പ് പിന്നെ ഒരു ചെറിയൊരു വില്ലേജ് പോലത്തെ സംഭവത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ടീ സ്റ്റോൾ കണ്ടില്ലേ, ആ കാണുന്ന ടീ സ്റ്റോൾ. ഇവിടെ ചെറിയ 1-2 ചക്കയൊക്കെ കിടക്കണം കേട്ടോ. ചക്ക അടിച്ചു പറ്റിക്കൊണ്ട് പോകായിരുന്നു. ടീ ചായ്. ഇതാണ് കേട്ടോ അവസാനത്തെ. ഇവിടെ ചെറിയ അവരെന്തൊക്കെ സംഭവങ്ങളിട്ട് വിൽക്കുന്നു മറ്റൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ മുമ്പ് വന്ന് പാതിരാത്രി വന്ന് ചായയൊക്കെ കുടിച്ചിട്ടുള്ള കടയാണ് കേട്ടോ. അവര് ഹണി സംഭവങ്ങളൊക്കെ വിൽക്കുകയാണ്. ടയേർഡായി, പരുവത്തിലായി. നമ്മളിവിടെ ചായയും ലെമൺ ജ്യൂസൊക്കെ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഈ കടയിൽ. നമ്മൾ ആക്ച്വലി ഇനി ക്യാമ്പ് ചെയ്യണം എവിടെയെങ്കിലും. ഇവിടെ ക്യാമ്പ് ചെയ്യാനൊന്നും പറ്റൂല. ഞാൻ അന്ന് ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, ഈ 2021. അതിന്റെ ഫോട്ടോയൊക്കെ അവരെടുത്ത് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർക്ക് ഓർമ്മ വന്നു. ഇവിടെ ഇതൊക്കെ ഒന്ന് കഴുകി ആക്കുവാണ് കേട്ടോ. കാരണം ഇനി ക്യാമ്പ് ചെയ്യുമ്പോൾ വെള്ളമൊന്നും അധികം ഇല്ല. അപ്പോൾ ഇപ്പോഴേ കഴുകി നമ്മൾ ഇതാക്കി കുക്ക് ചെയ്യുമ്പം ഈസിയാകും കേട്ടോ. അതുകൊണ്ട് താണ്ട് ഇതെല്ലാം ഇട്ട് കഴുകുവാണ് ഒന്ന് നല്ലപോലെ. എന്റെ കൈ പറഞ്ഞു. സൂക്ഷിക്കുമ്പോ സൂക്ഷിച്ചരിയണം കേട്ടോ. How many traumas do you have for today? You're ready? Ready. ഇവര് പരിശീലായ കേട്ടോ. അതാണ് അല്ലോ എന്താന്തോ അവരൊഴിക്കുന്ന കേട്ടോ. പേടിയാവുന്നു. Hello. No, it's okay. No pain, nothing. It's oil maybe. ഫൈനലി നമ്മൾ ആ കടയുടെ കുറച്ച് മുകളിലായിട്ട് തന്നെ നമ്മൾ ടെൻ്റ് അടിക്കാനുള്ള ഒരു സ്ഥലം അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഇവിടെ തന്നു. എൻ്റെ കൈയൊക്കെ മുറിഞ്ഞുകൊണ്ടും കൂടെയൊക്കെ ആയിരിക്കണം അവർക്ക് ദയ തോന്നിയത്. നമ്മളിവിടെ ടെൻ്റ് അടിക്കുന്നു, കുക്ക് ചെയ്യുന്നു, കഴിക്കുന്നു, കിടക്കുന്നു. നമ്മളിവിടെ ടെൻ്റ് അടിക്കുന്നു. Yeah, some people do tent, some people do cook. നോ, നമ്മളിവിടെ ടെൻ്റ് അടിക്കുന്നു. My tent. നമ്മളിവിടെ ടെൻ്റ് അടിക്കുന്നു. നമ്മളിവിടെ കുക്ക് ചെയ്യുന്നു. നമ്മളിവിടെ കിടക്കുന്നു. എന്നിട്ട് നമ്മൾ നാളെ എണീക്കുന്നു. ഹലോ, പുള്ളിക്കാന്റെ വായ. അയ്യോ, സിലിണ്ടർ മറന്നുപോയല്ലോ. ഇതാണ് കേട്ടോ നമ്മുടെ സിലിണ്ടർ.
ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ പുതിയ തരത്തിലുള്ളതാണ്. കാരണം ബ്യൂട്ടൈൻ ഗ്യാസ് വെച്ച് കുക്ക് ചെയ്യുന്നത് എനിക്ക് ഒട്ടും നടക്കില്ല. അതുകൊണ്ട് പെട്രോൾ വാങ്ങിച്ചു. കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ എല്ലായിടത്തും ഗ്യാസ് കിട്ടണമെന്നില്ല. ഇത് പെട്രോളിൻ്റെ ഇതാണ് MSR എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ്. പിന്നെ ഇത് എൻ്റെ സ്റ്റൗ തുറന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് കുറച്ച് വലിയൊരു പരിപാടിയാണ് കേട്ടോ. ഇത് നമ്മളെ സ്റ്റൗ. പിന്നെ ഇത് വാൾവ് നമ്മൾ ഫ്യൂവൽ ഇടുന്നത് അത് ആദ്യം തുറക്കണം. അല്ലേ പെട്രോളാണ് കേട്ടോ. പെട്രോൾ ഇല്ലേ, ഇത് പെട്രോളാണ് ഇതിൻ്റെ അകത്ത്. അവിടെ അവര് ടെൻറ്റ് ഇതാക്കുവാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇനി ഇതിൻ്റെ വാൾവ് പയ്യെ ഇങ്ങനെ വാള് ഇങ്ങനെ വാൾവ് ഇങ്ങനെ ആക്കണം. എന്നിട്ട് ഇത് ലോക്കാണോ എന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് അതാണ്ട് ഇത് ഒരു പ്രഷർ ഇത് കളയാൻ വേണ്ടി ഒരു 10-20 പ്രാവശ്യം അടിച്ച് കളയണം കേട്ടോ. ഇനി നമ്മള് പയ്യെ ഇത് ഇവിടെ കണക്ട് ചെയ്യണം. ഈ സാധനം ഇതിവിടെ കണക്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്യാം. എന്നിട്ട് ഈ ഒരു സാധനം ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു സാധനം ഇങ്ങനെ ലോക്ക് ചെയ്ത് ഇടണം കേട്ടോ. കുറച്ച് പരിപാടിയാണ്, ഈസിയുള്ള പരിപാടിയല്ല. യെസ്. അപ്പോൾ നമ്മൾ ഗ്യാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങനെ വയ്ക്കാം. ഇനി എന്ത് ചെയ്യണം? യെസ്, ഇനി കുക്കിങ്ങിനുള്ള പാത്രം വെക്കണം. കണ്ടില്ലേ, ഇതാണ് കേട്ടോ എൻ്റെ പാത്രം. ഇനി കുക്ക് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ. കുക്ക് ചെയ്യാനായിട്ട് ഇനിയൊന്നുമില്ല, ചെറുതായിട്ട് ഇത് തുറക്കണം, നോബ്. എന്നിട്ട് കുറച്ച് ഇവിടെ കത്തിക്കണം. അങ്ങനെ തന്നെയാണ് കേട്ടോ കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു. മഞ്ചാടി. ഇനി നമ്മൾ കുറച്ച് ഗ്യാസ് കുറയ്ക്കണം, അല്ലെങ്കിൽ പണിയാവും. അയ്യോ ഇത് കൂടുക. അയ്യോ ഇതെന്ത്? അയ്യോ പണി കിട്ടിയ. ഇത് കുറച്ച് വെച്ചില്ലെങ്കിൽ പണി കിട്ടും കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് ഫുള്ള് ബേണാവുള്ളൂ. ടെന്റ് അടിച്ചിട്ടുണ്ട് നമ്മള്. ഇവിടെ വേണ്ട ഗ്രാമവാസികളെല്ലാം നമ്മുടെ കുക്കിംഗ് ഒക്കെ കണ്ടോണ്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഓടുവാണോ കേട്ടോ. ഇവിടെ നമ്മൾ കുക്ക് ചെയ്യുവാണ് സംഭവങ്ങളൊക്കെ ഇട്ട്. ഇവിടെ നമ്മൾ കണ്ടില്ലേ ടെന്റ് സംഭവങ്ങള്. ഇവിടെ ക്യാരറ്റ് കുക്ക് ചെയ്തു, ബോയിൽ ചെയ്ത് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാണ്ട് ഇവിടെ സോയ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നൂഡിൽസും കുറച്ച് തക്കാളിയും കൂടെ ഇട്ട് ആക്കുവാണ്. ഇതാണ്ട് ഇവിടെ കുറേ പേര് ഇതാണ്ട് ഇപ്പോഴും വന്നിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഇവിടെ തമ്പടിച്ചിരിക്കുക. ഇവിടെ ഫുഡ് ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. യെസ്, ഇനി നമ്മൾ കഴിക്കാൻ വേണ്ടിയുള്ള ഇതാണ് കേട്ടോ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നിന്ന് തന്നെ താണ്ടെ ഇതൊക്കെ വാഷ് ചെയ്തു, പാത്രങ്ങളെല്ലാം വാഷ് ചെയ്തു. ഇനി നമ്മൾ മുകളിലോട്ട് പോവാണ് കേട്ടോ. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ബൈ ബൈ, ബൈ ബൈ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. എൻ്റെ ഇവിടെ ഒരു കൊച്ചു പൂച്ചയൊക്കെ ഉണ്ടല്ലോ. ഹായ്, ഹലോ. അപ്പോൾ ഇനി നമ്മളിവിടെ ഒന്നും അവശേഷിക്കുന്നില്ല. ഇനി നമ്മൾ നമ്മളെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അങ്ങ് ദൂരമായിട്ട് നമ്മളെ ടെൻ്റ് അവിടെ കാണുന്നുണ്ടോ? അത് കാണാനും കഴിയുന്നില്ല കേട്ടോ. അതോ ആ കാണുന്ന സ്ഥലമാണ് കേട്ടോ നമ്മുടെ ടെൻ്റ്. പക്ഷേ ഇവിടെ പാമ്പും പഴുതാരയൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനത്തെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞു. പിന്നീട് നമ്മൾ അടുത്ത ദിവസം രാവിലെ യാത്ര തുടങ്ങും കിടന്നുറങ്ങിയിട്ട്. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഇനി അടുത്ത ദിവസം എല്ലാവർക്കും ബൈ.